ആരാണ് ഇന്ദിരാഗാന്ധി എന്ന് ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കപ്പൽപ്പടയെ അയച്ച് നമ്മളെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കപ്പൽപ്പട അറബിക്കടലിൽ നിൽക്കുകയുള്ളൂ, അത് ഇന്ത്യയിലേക്ക് കടന്നാൽ അതിൻ്റെ ദുരനുഭവങ്ങൾ അറിയേണ്ടി വരും എന്ന് പറയുന്നത്. 4000 മൈലുകൾക്കകലെയുള്ള ഏതെങ്കിലും രാജ്യം പറയുന്ന ഉപദേശങ്ങൾ കേൾക്കാനല്ല, ഇന്ത്യയുടെ നയതന്ത്രവും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വവും ഇന്ന് ഉറച്ച നിലപാടെടുത്ത പ്രധാനമന്ത്രി ഇന്ന് പഹൽഗാമിലുണ്ടായ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും പറയാം. നമുക്ക് വേദനയുണ്ട്, ദുരന്തമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു സഹപ്രവർത്തകൻ പോലും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ദുരന്തമാണ്. നമ്മളെല്ലാം അത് സംസാരിച്ചതാണ്. അവിടെ നമ്മുടെ സൈന്യം ശക്തമായി നടത്തിയ പോരാട്ടങ്ങളെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളും ഒറ്റക്കെട്ടായി ഗവൺമെന്റ് മുന്നിൽ നിന്നു. 2 സർവകക്ഷി യോഗങ്ങളിലും കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു. രാജ്യത്തിന്റെ കൂടെയാണ്, സൈന്യത്തിന്റെ കൂടെയാണ് ഇന്ത്യയിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി. എല്ലാ പിന്തുണയും കൊടുത്തു, എല്ലാം മുന്നോട്ട് പോയി. സൈന്യം നന്നായി പോരാടി, സൈന്യത്തിനെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ പറ്റില്ല നമുക്ക്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഭാവിയിലെ ഇന്നുണ്ടായ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ. സിംല കരാർ ലംഘിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കാശ്മീരും ഇന്ത്യയും തമ്മിൽ, കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ 3ാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്, അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന്. സർക്കാരിൻ്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്.